അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് ഇവിടെ ഒത്തുകൂടാൻ നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാഹ്. പിന്നെ ഇവിടെ രജിസ്റ്റർ ചെയ്ത കുറേ വീടുകളിൽ കാക്കാൻ്റെ കൂടെ നമ്മൾ ഈ 2-3 ജില്ലകളിലൊക്കെ സഞ്ചരിക്കാൻ കഴിഞ്ഞു. അതിൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഞങ്ങൾ പോയി. അവിടെ പിന്നെ ഇവിടെ വന്നത് വാപ്പയും മകളും ഒക്കെ ആയിരുന്നു. വാപ്പയ്ക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സഹോദരിയോടും പിന്നെ ഫോം പൂരിപ്പിച്ച് വരുന്നതിനൊക്കെ നിർദ്ദേശിച്ച് വിട്ടതായിരുന്നു. ആ വീട് നമ്മൾ സന്ദർശിച്ചു. അവിടെ ചെന്ന് അവരുടെ വീട്ടിൽ കയറി നോക്കുമ്പോൾ ആ ബാപ്പ കട്ടിലിൽ ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വിരൽ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കാല് പഴുത്തിട്ട് ഒന്നായിട്ട് ബാൻഡേജ് ചെയ്തിരിക്കുകയാണ്. അയാൾക്ക് നടക്കാനും ഒന്നും വയ്യ. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ അദ്ദേഹം, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ 200 രൂപ വേണം ഡയാലിസിന് പോകണമെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക്, പിന്നെ ആഴ്ചയിൽ 3 ദിവസം പോകണം, ഒരു വരുമാനവും ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കൊണ്ട് പൊട്ടിക്കരയാണ്. നമ്മൾ തന്നെ കരഞ്ഞു പോവാണ്. അതിൻ്റെ ഇടയിലാണ് ഒരു മകള്, ഭർത്താവ് മരണപ്പെട്ട് ആ കുട്ടിയും മകളും ഈ വീട്ടിൽ വന്നിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മളിവിടുന്ന് കൊടുത്തതിനെക്കാട്ടി കുറച്ചും കൂടി കൂടുതലൊക്കെ നിങ്ങൾക്ക് തരാം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഓരോ സമാധാനപ്പെടുത്തുകയും ഒക്കെ നമ്മൾ ചെയ്തു. അതുപോലെ നമ്മൾ വേറൊരു സഹോദരിയുടെ വീട്ടിൽ ചെന്നു. വളരെ നല്ല നിലയിൽ ജീവിച്ച ഒരു സഹോദരിയും കുടുംബവുമാണ്. അവർക്ക് 2 നില വീടുണ്ട്. അപ്പം അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാപ്പയും മകനും ജോലി ചെയ്തിട്ട് അവരുണ്ടാക്കിയതാണ്. പെട്ടെന്ന് ക്യാൻസർ ബാധിച്ച് ഈ മകൻ മരണപ്പെടുകയാണ്. ഈ മരുമകളും 3 മക്കളും ആ വീട്ടിലുണ്ട്. അദ്ദേഹത്തിനാണെങ്കിൽ ഇപ്പോൾ ഒരു ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം അവിടെ ഈ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിരുന്ന സാധനങ്ങളൊക്കെ വീടിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് വെച്ച് അദ്ദേഹം ആരെങ്കിലും വല്ല കൈക്കോട്ടോ മഴയോ കൊണ്ടുവന്നാൽ അതൊന്ന് വെൽഡ് ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞു. അല്ലാതെ വേറൊരു വരുമാനവും ഇല്ല. പക്ഷേ അവർ എത്ര സന്തോഷത്തിലായിരിക്കും ജീവിച്ചിരിക്കുന്ന. ഒരു ദിവസം എല്ലാം തകർന്ന് അങ്ങ് മാറുകയാണ്. അവരുടെ ജീവിതം തന്നെ അങ്ങോട്ട് മാറിപ്പോവാണ്. അപ്പോൾ അവർക്കൊക്കെ പക്ഷെ വേറൊരു കാര്യമുണ്ട്. അതിൽ നമുക്ക് ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വാപ്പ ഏതായാലും ഈ മരുമകളെയും മക്കളെയും തള്ളി വിട്ടിട്ടില്ല. പക്ഷെ നമ്മൾ കാണുന്ന ഒരുപാട് അനുഭവങ്ങളിൽ അധികവും എന്താണ്, മകൻ മരിച്ചു കഴിഞ്ഞാൽ മരുമകളെയും മക്കളെയും വേഗം അവളുടെ വീട്ടിലേക്ക് തള്ളിവിടുന്നൊരു സ്വഭാവമാണ് നമ്മൾ കാണുന്നത്. അവിടെ നേരെ മറിച്ചാണ് നമ്മൾ കണ്ടത്. അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഈ പാപ്പായും ഉമ്മയും ഈ മരുമകളെയും മക്കളെയും ചേർത്ത് പിടിച്ച് കൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു സ്ത്രീ, ഒരു ഉമ്മയും അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അവരുടെ മകൻ മരിച്ചു. എന്നാൽ ഈ മരുമകളെയും മക്കളെയും 3 മക്കളുണ്ട്. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത്, ഈ സ്ഥലവും വീടും ഈ കുട്ടികളുടെ പേരിൽ എഴുതി കൊടുക്കുകയാണ് എന്ന് ഉമ്മ പറഞ്ഞത്. അപ്പം ഒരു മകന് 2 ലക്ഷം രൂപ കൊടുക്കണം. അതവരെ കയ്യിലില്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ആ സ്ഥലം എഴുതി കൊടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയും ആ മരുമകളെയും മക്കളെയും ആ ഉമ്മ ചേർത്ത് പിടിക്കുകയാണ്. അപ്പം നമ്മൾ കേട്ടിരുന്നതിൻ്റെ എല്ലാം നേരെ ഒരു വിപരീതമായൊരു സ്വരമാണ് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്.
അപ്പം അങ്ങനെയുള്ള ആളുകളുമുണ്ട്. മകൻ മരിച്ചു കഴിഞ്ഞാലെല്ലാം പിന്നെ ഈ മരുമകളെയും മക്കളെയും ഒക്കെ ഒഴിവാക്കുന്ന ആ സ്വഭാവം ഇല്ല. പിന്നീട് നമ്മൾ വേറൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ നമ്മൾ ഒരു ദിവസം പോയിരുന്നു. അവിടെ ഇതേപോലെ തന്നെ സഹോദരൻ ആ പെങ്ങളെയും മക്കളെയും ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ പിന്നെ ആങ്ങളയെ എങ്ങനെ നമ്മൾ പിന്നെ പറയും എന്നറിയില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആങ്ങളൊരു വീടുണ്ടാക്കിയിട്ടുണ്ട്. ആ വീടിൻ്റെ മുന്നിൽ 4 സെൻറ്റ് സ്ഥലം ഈ സഹോദരിക്ക് കൊടുത്തിരിക്കുകയാണ്. അവിടെ തറയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നീ വേറെ എവിടെയും പോയി നിൽക്കണ്ട, ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ പറഞ്ഞാൽ ആ ഒരു മുറ്റം പോലും ഇല്ലാതെ വീടിന് സാധാരണ ആരും സമ്മതിക്കൂല. ഒരു വീടിനൊരു മുറ്റം ഇല്ലാതെ എങ്ങനെയാണ് വീടിന് വേറൊരു തറയിട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെയാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പാലക്കാട് ഭാഗത്ത് തന്നെ വേറൊരു സഹോദരിക്ക് അവർക്ക് ഒരു 3.25 സെൻറ്റ് സ്ഥലം അവരുടെ കുടുംബസ്വത്തായി കിട്ടിയിട്ടുണ്ട്. ആ സഹോദരി വളരെയധികം പിന്നെ ഈ സഹോദരിമാരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോഴേ അവരൊക്കെ ഒരു സംസാരിക്കാനൊക്കെ പറ്റാത്ത രീതിയിലുള്ള ഒരു മാനസിക പ്രയാസത്തിലാണ് ഓരോരുത്തരുള്ളത്. കാരണം പിന്നെ നമ്മളൊക്കെ ചെല്ലുന്ന സംസാരിക്കുമ്പോഴാണ് അവർക്കൊക്കെ ഒരു പിന്നെ ധൈര്യം കിട്ടുന്നത് എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ഈ കിടക്കുന്ന രോഗികളെ അടുത്തായാലും അവരോടൊക്കെ അവരെ ചേർത്ത് നമ്മളൊന്ന് സംസാരിക്കുമ്പോൾ ആരും തിരിഞ്ഞു നോക്കാത്ത രീതിയിലാണ് കിടക്കുന്നത്. അവിടേക്കൊക്കെ ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ വളരെ സന്തോഷമാണ് അവർക്കൊക്കെ. അവരൊക്കെ അതുപോലെ തന്നെ നമ്മൾ ഈ മിഠായിയൊക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴൊക്കെ വളരെ സന്തോഷമാണ്. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലത്ത് പോയാലും അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. നമുക്ക് വീടുണ്ടാകുന്നുണ്ടല്ലോ എന്നുള്ളതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. ഏതായാലും നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം വമ്പിച്ച ഒരു പ്രതിഫലാർഹമായ പ്രവർത്തനമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പ്രവർത്തനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയം പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.